ഹായ്, എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ അവര് ശരിക്കും തിരക്കിലുള്ള ഒരാളാണോ അതല്ലെങ്കിൽ തിരക്കാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ അഭിനയിക്കുകയാണോ. ഇപ്പൊ നമ്മൾ അവരെ വിളിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയാണെങ്കിലും അവർ പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് തിരക്കിലാണ് എന്നുള്ളതായിരിക്കാം. പക്ഷേ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. സോ നമുക്കൊരു സംശയം വരുന്നുണ്ട്, ശരിക്കും തിരക്ക് തന്നെയാണോ അതല്ലെങ്കിൽ തിരക്കാണെന്നുള്ളത് കള്ളം പറയാണോ അഭിനയിക്കുകയാണോ എന്നൊരു തോന്നൽ പലർക്കും വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും ഇങ്ങനെ ഈ ഒരു ഡൗട്ട് വരാറുണ്ട്. സോ ശരിക്കും അവര് ബിസി ആണ്, അഭിനയിക്കുകയല്ല എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അതായത് അതാണ് സത്യാവസ്ഥ എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പോൾ തിരക്കല്ല പക്ഷെ തിരക്കായിട്ട് അഭിനയിക്കുകയാണ്, അപ്പൊ ഇതിൽ ഏതാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ബിസി ആണ് എന്നതിന്റെ റിയൽ ആയിട്ടുള്ള സയൻസ് എങ്ങനെയായിരിക്കും എന്നറിയോ. ഇപ്പൊ അവര് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ജോലി തിരക്കോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കും. അതായത് ഇങ്ങനെ ഒരു തിരക്കുണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കും. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ഞാൻ വന്നിരിക്കുകയാണ്, സോ അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ പുറത്ത് പോവാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലാൻ മാറ്റേണ്ടി വരികയാണ് എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, വേറെ എന്തെങ്കിലും തിരക്കുള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്ലാനൊക്കെ മാറ്റേണ്ടി വരികയാണെങ്കിൽ അവർ നിങ്ങളോടത് പറയുന്ന സമയത്ത് അവർക്ക് തന്നെ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് സോറി, ഈ ഒരു കാര്യം കൊണ്ടാണ് കേട്ടോ എനിക്ക് പറ്റാത്തത്, പക്ഷെ എനിക്ക് വരണം എന്നുണ്ട്, പക്ഷെ എനിക്ക് ഈ ഒരു തിരക്കൊണ്ടാണ്, റിയലി സോറി എന്നുള്ളൊരു കാര്യം അവർ പറയും. അതായത് ഒരു സോറി എന്നൊരു വേർഡൊക്കെ അവർ യൂസ് ചെയ്യുന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾക്ക് വിഷമമുണ്ട് വരാൻ പറ്റാത്തതിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ ചേഞ്ച് ചെയ്യേണ്ടി വന്നതിൽ ആൾക്ക് വിഷമമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളെ അവർ ഇഗ്നോർ ചെയ്യുകയല്ല എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ആൾ ബിഹേവ് ചെയ്യുക. അതായത് നിങ്ങളെ അവഗണിക്കുന്ന എന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക് തരില്ല. ഇപ്പൊ ആള് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഓഫ്കോഴ്സ് ആള് വിളിച്ചിരിക്കും. അതായത് ഫ്രീ ആവുന്ന സമയത്ത് വിളിക്കും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരും. അപ്പോൾ തിരക്കാണ്, ശരിക്കും തിരക്കാണ്, അല്ലാതെ തിരക്കാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഭയങ്കര തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് തിരക്ക് അഭിനയിക്കുന്ന ഒരാളല്ല. റിയൽ ആയിട്ടും തിരക്കുണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ തിരക്കായിട്ട് അഭിനയിക്കുന്ന ആളുകൾ, അതായത് യഥാർത്ഥമായി തിരക്കല്ല പക്ഷെ തിരക്കാണെന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന ആളുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയാം. അതിൽ ഇവർ ശരിക്കും നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചെറിയ എക്സ്ക്യൂസുകളായിരിക്കും ആൾ പറയണ്ടാവുക ഇടയ്ക്കൊക്കെ. അതായത് ഫോണിൽ ചാർജ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്താണ്, എനിക്കിപ്പോൾ വിളിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയണ്ടാവുക. ഇപ്പൊ ഇവര് എനിക്കിപ്പോൾ വിളിക്കാൻ പറ്റില്ല പിന്നെ വിളിക്കാമെന്ന് പറയുകയാണെങ്കിലും അവർ വിളിക്കില്ല. അതായത് തിരക്കാണ് എന്നായിരിക്കും, ഈ ഒരു പ്രസന്റ് ടൈമിൽ ഞാൻ തിരക്കാണെന്നായിരിക്കും ആൾ പറയണ്ടാവുക. എപ്പോഴും തിരക്കാവില്ലല്ലോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു തിരക്ക് കഴിയുമെന്ന് നമ്മൾ ഇങ്ങനെ വിചാരിച്ചിരിക്കും, പക്ഷെ ആള് വിളിക്കില്ല, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആൾ ശ്രമിക്കില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം, അതിന് റിപ്ലൈ തരുന്നത് ആൾക്ക് ഇഷ്ടമുള്ള ഒരു സമയത്തായിരിക്കും. അതായത് ആൾ ഫ്രീ ആകുമ്പോൾ ആൾക്ക് തോന്നുന്ന സമയത്തായിരിക്കും റിപ്ലൈ തരുന്നുണ്ടാവുക. അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാലും ആൾ ഓൺലൈനിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ ഒന്നും തരില്ല. പെട്ടെന്ന് ഒരു മാറ്റമായിരിക്കും ആൾക്ക് വന്നിട്ടുണ്ടാവുക. അതായത് മുമ്പേ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, ഇപ്പൊ ഫോൺ വിളിച്ചിട്ടായാലും കുറേ സമയം സംസാരിക്കാം, മെസ്സേജ് അയക്കുകയാണെങ്കിലും ഒത്തിരി മെസ്സേജ് അയക്കുക, എത്ര തിരക്കുണ്ടെങ്കിലും മെസ്സേജ് അയക്കാനൊക്കെ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരാള് പെട്ടെന്ന് ഒരു സഡൻ ചേഞ്ച് ആയിരിക്കും ആൾക്ക് വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അതേപോലെ എക്സ്ക്യൂസുകൾ ഇങ്ങനെ ഇഷ്ടംപോലെ എക്സ്ക്യൂസ് പറയുന്നുണ്ട്. വളരെ കുഞ്ഞു രീതിയിലൊക്കെ ആയിരിക്കും എക്സ്ക്യൂസുകൾ പറയണ്ടാവുക. അതായത് നമ്മൾ വിശ്വസിക്കാൻ പാകത്തിന്, ഞാൻ പുറത്താണ്, ഞാൻ ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും പറയണ്ടാവുക. അങ്ങനെ എക്സ്ക്യൂസുകൾ ആളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. ഓരോരോ പ്രാവശ്യം ഓരോ എക്സ്ക്യൂസ് പറയുന്നുണ്ടാവും. പക്ഷേ കോളും കാര്യങ്ങളൊന്നും ആളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഇമോഷണൽ ഡിസ്റ്റൻസ് ഒരുപാട് വരും എന്നുള്ളതാണ്. ഇമോഷണലി നിങ്ങൾ തമ്മിൽ ഒത്തിരി ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്കറിയാലോ, ഒരു കമ്മ്യൂണിക്കേഷനാണ് ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഓഫ്കോഴ്സ് അവിടെ ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്കിടയിൽ നന്നായി വന്നിട്ടുണ്ടാവും. ഇൻട്രസ്റ്റ് കുറഞ്ഞു പോയതുപോലെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വഴി, ഇത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി തിരക്കുള്ള ഒരാൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അവര് നിങ്ങൾ അയക്കുന്ന മെസ്സേജ് നോക്കുക, അല്ലെങ്കിൽ വിളിക്കുന്ന കോൾ അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെ ചിലപ്പോൾ അവർ തിരക്കാണ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് മാറ്റി നിർത്തിയാലും പിന്നീട് അവർ വിളിക്കും, മെസ്സേജ് അയക്കും ഒക്കെ ചെയ്യും. പക്ഷേ ഫേക്ക് ബിസി ആയിട്ട് കാണിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഫേക്ക് ആയിട്ട് ബിസി ആയിട്ട് കാണിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ
അവര് ഭയങ്കര ലാഗ് ഉണ്ടാവും. അതായത് കുറേ സമയം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും തരുന്നുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റിപ്ലൈ തരില്ല. പെട്ടെന്നൊരു സമയത്ത് അവർ ഡിസപ്പിയർ ആവും, പെട്ടെന്നൊരു സമയത്ത് അവർ അപ്പിയർ ആവുകയും ചെയ്യും. അതായത് എന്താ ഇവരുടെ ലൈഫിൽ ശരിക്കും സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ആള് ഭയങ്കര തിരക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരിക്കും, പക്ഷെ ഓൺലൈനിൽ നോക്കുമ്പോൾ ഫുൾ ടൈം ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനൊരു അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക ഫേക്ക് ആയിട്ട് തിരക്കാണെന്ന് പറയുന്ന ആളുടെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുക. ഭയങ്കര അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. എന്തെങ്കിലും ഒരു ഹെൽപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് എനിക്ക് അർജന്റ് ആണ്, പെട്ടെന്ന് ഒന്ന് കോൾ ചെയ്യോ മെസ്സേജ് ചെയ്യോ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുമ്പോൾ ആള് റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അതായത് ഇപ്പൊ ആള് അയച്ചിട്ട് അപ്പൊ തന്നെ റെസ്പോൺസ് ഒന്നും ഇല്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ആള് റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷെ അതിന് സോറി പറയുന്നുണ്ട്, സോറി ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഒത്തിരി സോറി ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വേഗം പറ, ഞാനത് ഓക്കെ ആക്കി തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യം പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഉള്ള, അതായത് ആ ഒരു രീതിയിൽ ആള് നിങ്ങളോട് സംസാരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ അപ്പോളജൈസ് ചെയ്തിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ശരിക്കും തിരക്കുള്ള ഒരാൾ തന്നെയാണ്, ഒരു ബിസി ഷെഡ്യൂൾ തന്നെയാണ് ആൾക്കുള്ളത് എന്നുള്ളത്. ഇപ്പോൾ ബിസി ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളുമായിട്ട് ആൾ എൻഗേജ്ഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷെ ഫേക്ക് ആയിട്ട് ബിസി ആണെന്ന് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അയഞ്ഞ വട്ടായിരിക്കും ആൾക്ക് ഉണ്ടാവുക. മെസ്സേജ് ഒന്നും നോക്കിയെന്നേ വരില്ല, ഓൺലൈനിൽ ഉണ്ടെങ്കിലും മെസ്സേജ് നോക്കില്ല, ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പൊ ചിലപ്പോൾ എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതല്ലാതെ ഒരു സോറി പറയുകയോ ആൾക്ക് മെസ്സേജ് നോക്കാത്തതിലോ സംസാരിക്കാതിരിക്കുന്നതിലോ അതിലൊന്നും ആൾക്ക് ഒരു തരത്തിലുള്ള റിഗ്രറ്റും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയായിരിക്കും ആള് ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീലിങ്സിനായിരിക്കും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ തിരക്കായിരിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. തിരക്കുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, ഞാൻ പറഞ്ഞാൽ ജോലിയും കാര്യങ്ങളായിട്ട് ഒത്തിരി തിരക്കുള്ള ആളുകൾ ഉണ്ടായിരിക്കും, ചിലർ വെറുതെ ഇരിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ തിരക്കുള്ളവരും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഇമോഷന്, നിങ്ങളുടെ ഫീലിങ്സിന് വാല്യൂ തരുന്നുണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ശരിക്കും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ്, ശരിക്കും തിരക്കുള്ള ഒരാൾ തന്നെയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എത്ര തിരക്കാണെങ്കിലും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫീലിങ്സ് ആൾ മനസ്സിലാക്കും. നിങ്ങൾക്ക് വിഷമമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഓഫ് കോഴ്സ് ആ വിഷമം മാറ്റാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യും. ചിലപ്പോൾ വിളിച്ചിട്ടായിരിക്കും, സംസാരിച്ചിട്ടായിരിക്കും, ആൾക്ക് പറ്റുന്ന രീതിയിൽ അത് മാറ്റാൻ നോക്കും എന്നുള്ളതാണ്. പക്ഷേ ഫേക്ക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്, അതായത് തിരക്കാണെന്നുള്ളത് വെറുതെ അഭിനയിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന് അവിടെ യാതൊരു വാല്യൂ ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഗെയിമോ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമം പറയുന്ന സമയത്ത് നീ ഇത് പൊക്കെ, എനിക്ക് ഇവിടെ 100 കൂട്ടം കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ചിലപ്പോൾ ചുമ്മാ ദേഷ്യപ്പെടും. ഇത് ഒരു പ്രാവശ്യമൊന്നും ആവില്ല, മിക്കപ്പോഴും ഇങ്ങനെ തന്നെ ആവും ചെയ്യുന്നുണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീലിങ്സിനൊന്നും അവിടെ യാതൊരു വാല്യൂ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. സോ അത് മനസ്സിലാക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയാണ്, അവിടെ രണ്ടുപേരുടെയും ഫീലിങ്സിനും ഇമോഷൻസിനും ഒരു വാല്യൂ എന്തായാലും ഉണ്ടാവണം, റെസ്പെക്ട് ഉണ്ടായിരിക്കണം. അപ്പൊ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഈ ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും ശരിക്കും നിങ്ങളോട് ഇഷ്ടമുള്ള, ശരിക്കും തിരക്കുള്ള ഒരാള് തന്നെയാണോ അവര്, അതല്ല എന്നുണ്ടെങ്കിൽ ഫേക്ക് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുന്ന ഒരാളാണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇമോഷൻസിന് അവർ തരുന്ന വാല്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ആ ഒരാളെ മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവർ തിരക്കാണോ അല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ തിരക്കില്ലാഞ്ഞിട്ടും തിരക്കുണ്ടെന്ന് അഭിനയിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ അവർക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മളങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അവർക്ക് നമ്മളെ വേണ്ട എന്നുള്ളത് കൊണ്ടാണ്, എങ്ങനെയും പോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ തിരക്ക് അഭിനയിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് കടിച്ചു തൂങ്ങി നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് തന്നെ വേണം, അതിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെ എങ്ങനെയൊക്കെ ഒന്ന് റെഡി ആവണം, എന്നിട്ട് ആ ബന്ധം തന്നെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. സോ അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള സൊല്യൂഷനൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്